പ്രത്യേകിച്ച് മഴക്കാലമായിട്ട് പോലും ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നതിനെ കുറിച്ച് എവിടെയും ഇപ്പം നമുക്കറിയാം മഴക്കാലഘട്ടത്തിൽ പോലും പലയിടത്തും ഇത്തരത്തിൽ KCB പ്രവർത്തകർ ഇടപെടുകയും ജീവനക്കാർ ഇറങ്ങുകയും സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ മരങ്ങളൊക്കെ വെട്ടിമാറ്റുകയൊക്കെ ചെയ്തു. അപ്പോഴും ഈ ഒരു ഇരുമ്പ് ഷീറ്റിന് മുകളിൽ കൂടി കടന്നു പോകുന്ന ഒരു 3 ഫേസ് ലൈനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണെന്ന് പറയാം. അത്തരമൊരു അനാസ്ഥ തന്നെയാണ് ഈ അമ്മമാർ പറഞ്ഞതുപോലെ ഏറ്റവും മിടുക്കനായ ഒരു കുഞ്ഞിന്റെ ജീവനെടുത്തത്. അശ്വതി, ഇതാണ് ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ്റെ മൃതശരീരത്തിനരികെ പൊട്ടിക്കരയുന്ന അമ്മയെ നമുക്ക് കാണാം. ഏറെ നേരം കണ്ണു ചിമ്മാതെ മകൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടു. താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ആ കാഴ്ച. എത്രയോ നേരം മുൻപ് അറിഞ്ഞതാണ് മരണവാർത്ത. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നറിയാതെ, ആരും താങ്ങാകാനില്ലാതെ, ആരും സമാധാനിപ്പിക്കാനില്ലാതെ, എല്ലാം മനസ്സിലടക്കി പിടിച്ച് ആ അമ്മ ഇവിടെ വരെ എത്തിയപ്പോൾ, മകൻ്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞ് തളർന്നു കിടക്കുന്ന അവസ്ഥ. മുത്തശ്ശി നമ്മൾ കണ്ടതാണ്. ആ മരണവാർത്ത അറിഞ്ഞത് മുതൽ സ്കൂളിൽ അയച്ചത്, അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്നത്, തിരിച്ചു വരുമ്പോൾ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അവൻ്റെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറയുന്നത് അച്ഛനോടും മുത്തശ്ശിയോടും ആയിരുന്നിരിക്കണം. ആ മുത്തശ്ശിയാണ് പൊട്ടിക്കരഞ്ഞ് താങ്ങാനാകാതെ, ഇനി അമ്മ ഏൽപ്പിച്ചു പോയ പൊന്നു മകനാണ്, അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്ത് മറുപടി പറയുമെന്നൊക്കെയുള്ള വലിയ ആശങ്ക ആ മുഖത്തുണ്ടായിരുന്നു. ആ കരച്ചിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇപ്പോൾ മറുവശത്ത് കാണുന്നത് ചിതയൊരുങ്ങുകയാണ് മിഥുന്. വളരെ സൗകര്യങ്ങൾ കുറവുള്ള വളരെ ചെറിയ വീട്ടിൽ, ആ വീടിൻ്റെ ഒരു വശത്ത് മിഥുനായുള്ള ചിതയൊരുങ്ങുകയാണ്. നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഉള്ളുലയ്ക്കുന്നത്, അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകൻ്റെ സംസ്കാരം നടത്തുക, അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. അത് വളരെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അത് ഇരട്ടിയാകും. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അണമുറിയാതെ ആളുകൾ വീട്ടിലേക്ക്, മിഥുൻ്റെ ആ ചെറിയ വീട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ ശരണ്യ സംസാരിച്ച അയൽവാസികളെല്ലാം പറഞ്ഞതുപോലെ വാടക വീടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരിങ്ങോട്ട് ഇപ്പോൾ മാറി എന്ന് പറഞ്ഞു. നേരത്തെ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. അമ്മൂമ്മയുമായി ബന്ധമുണ്ട്. അപ്പോൾ അമ്മൂമ്മയും ഇതുപോലെ തന്നെ വീട്ടുജോലി ചെയ്താണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. അച്ഛന് കൂലിപ്പണിയാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കുടുംബം. അവിടെ ചെറിയൊരു സന്തോഷം, അമ്മ പുറത്താണ്, അവർക്ക് ജോലി ലഭിച്ച് പുറത്തേക്ക് പോയി 7-8 മാസങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം അവർക്കുണ്ടായിരുന്നു. അമ്മ അവിടെ നിന്ന് ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ അമ്മുമ്മയും അച്ഛനും കൂടി നോക്കി. അവർ പഠിക്കുന്നു. 8ാം ക്ലാസ്സിലേക്കായി, ഹൈസ്കൂളിലേക്കായപ്പോൾ പുതിയ സ്കൂളിലേക്കാണ്, തേവലക്കര സ്കൂളിലേക്ക് എത്തിയത്. അവനെത്തിയപ്പോൾ അവന് ഒരേ ഒരു ലക്ഷ്യമായിരുന്നു, NCCയിൽ ചേരണം, ഒപ്പം ഫുട്ബോൾ കളിക്കണം. അതിന് ഏറ്റവും പറ്റിയ സ്കൂൾ തേവലക്കര സ്കൂളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചേർന്നത്. അവിടെ ചേർന്ന് ഏറ്റവും സങ്കടകരമായ കാര്യം, അവന് 2ലും സെലക്ഷൻ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. NCCയിലേക്കും ഫുട്ബോൾ ടീമിലേക്കും സെലക്ഷനും കിട്ടിയിരുന്നു മിഥുൻ. അത്രത്തോളം മിടുക്കനായ സജീവമായ ഒരു കുട്ടിയാണ് മിഥുൻ. അത് നമ്മളെ ആ മിഥുനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഒരുപാട് ഉള്ളുലയ്ക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാം അവസാനിച്ചിരിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. ഇനി മിഥുനില്ല കളിക്കാൻ, കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ, പടം വരയ്ക്കാൻ. എല്ലാം അവസാനിച്ചു എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ കുടുംബം അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് തേവലക്കരയിൽ നിന്നും കാണുന്നത്. ആശ്വസിപ്പിക്കാനാകാതെ ഉറ്റവർ അടുത്തുണ്ട്. വിങ്ങിപ്പൊട്ടുകയാണ് തേവലക്കര. VV അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ആ വളരെ ചെറിയ വീടിനടുത്ത് അവന് ചിതയൊരുങ്ങുന്നത് കാണുന്നുണ്ട്. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അങ്ങേറ്റം വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ്, വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ്. ഈ ഇത്രയുമധികം ആളുകൾ ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കുട്ടി മറ്റൊരു തരത്തിലും ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഇങ്ങനെ ഒരു മരണമറിഞ്ഞ് അതിന്റെ വേദന പങ്കുവയ്ക്കാൻ അത്രയധികം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. സ്കൂളിൽ നമ്മൾ കണ്ടതിനെ
സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും. ഇപ്പോഴും വലിയ ക്യൂ ഈ ഭാഗത്ത് ഉണ്ട്. അവൻ അവനെ കാണാൻ, അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് വരുന്നു. ഈ ഒരു തിരക്ക് അവസാനിച്ചാൽ മാത്രമേ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാകൂ. ഏറെ പണിപ്പെട്ടാണ് ആളുകളുടെ തിരക്കിവിടെ നിയന്ത്രിക്കുന്നത്. ശക്തമായ പോലീസ് സന്നാഹവും അതുപോലെ നാട്ടുകാരുടെ ഇടപെടലും ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾ എത്ര സമയം വേണമെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാണ്. അവരെ ഒന്ന് അവസാനവട്ടം അവസാനം നോക്കി കാണാനായ ആളുകൾ ഇവിടേക്ക് ക്യൂ നിന്ന് എത്തുന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണാനാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ സമയം വേണ്ടി ഒരു പക്ഷേ ക്യൂ അവസാനിക്കാൻ വളരെ ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലേക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ വന്നു പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ അതേപോലെ കൊണ്ടുപോകുന്നു. കുട്ടികളെയും കൊണ്ടുവരുന്ന ആളുകളുണ്ട്, അതുപോലെ പ്രായമായ ആളുകളുണ്ട്. എല്ലാവരും ആ രീതിയിലൂടെയൊക്കെ മണിക്കൂറുകൾ ക്യൂ നിന്ന് അവനെ കണ്ട് അവനെ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിച്ച് യാത്രാമൊഴി നൽകുകയാണ് ഈ നാട്ടുകാർ ഒന്നാകെ. സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടേക്ക് വരുന്നു, ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടേക്ക് വരുന്നുമുണ്ട്. 5 മണിയോടെ ചടങ്ങുകളെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ തിരക്ക് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സമയം കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും ഒരു കുഞ്ഞിന്റെ മരണം എങ്ങനെയാണ് ഒരു നാടിനെ ഒന്നാകെ ഉലയ്ക്കുന്നത്, എത്രത്തോളം വൈകാരികമായ എത്രത്തോളം വേദനയോടുകൂടിയാണ് നാട് ആ മരണത്തെ കണ്ടത് എന്നതിന്റെ തെളിവായി മാറുകയാണ് മിഥുൻ എന്ന ഈ 13-കാരൻ. ഒരു സ്കൂളിലേക്ക് പഠിക്കാനായി പോയ കുട്ടി സ്കൂൾ ക്ലാസ് സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അസാധാരണമായ സാഹചര്യം. അതിന്റെ ശരിതെറ്റുകൾ, കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും കുറ്റാരോപണങ്ങളും ഒക്കെ ഒരു വശം നിൽക്കുമ്പോഴും നഷ്ടം നികത്താനാകാത്തതാണ് എന്ന് നാട് ഒന്നടങ്കം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ പറഞ്ഞത് അവൻ സംസ്ഥാനത്തിന്റെ മകനാണ് എന്ന പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി നടത്തി. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഇപ്പോഴും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും എല്ലാ ദിവസവും എല്ലാ സ്കൂളുകളും സന്ദർശിക്കാനാകില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത്തരം സ്കൂളുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട, സ്കൂളുകളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സർക്കുലർ തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള ഈ വൈദ്യുതി ലൈനുകളുടെ കാര്യം അടക്കം വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചാണ്, അല്ലെങ്കിൽ അത് ലളിതവൽക്കരിച്ചാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാണ്. ഈ സ്കൂളിൽ വർഷങ്ങളായുള്ള ഒരു ലൈനാണ് ഇത്തരത്തിൽ. അപ്പോഴൊക്കെ ആരും അത് വകവച്ചിരുന്നില്ല. അങ്ങനെ കാരണം സ്കൂളിന്റെ ഷെഡിന് മുകളിലൂടെ പോകുന്ന ഒരു ലൈനാണ്. അവിടേക്ക് ആരും എത്തിപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ കുട്ടികൾ അവരുടെ കൗതുകങ്ങൾ, അവരുടെ നോട്ടങ്ങൾ എല്ലായിടത്തേക്കും എത്താം. അവർ സ്വാഭാവികമായും അത്തരമൊരു അവസരം വന്നപ്പോൾ അവൻ അതിന്റെ മുകളിലേക്ക് കയറുകയായിരുന്നു. എല്ലാ അപകട സാധ്യതകളും അവന് പക്ഷെ അറിയാമായിരുന്നു. അവിടെ കയറിയാൽ ഈ ലൈൻ പോകുന്നുണ്ട് എന്ന് താളിപ്പോയാൽ അപകടമുണ്ടാകും. പക്ഷെ അവന്റെ ആ ഒരു പ്രായത്തിന്റെ ഒരു